ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പെടുത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ 5:30ക്ക് തന്നെ പുലർച്ചയ്ക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി നീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ സ്മൂത്തിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നീയത്തൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് അങ്ങനെ നീയത്തൊക്കെ വെച്ച് അങ്ങനെ നോമ്പ് നോക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. 5:35 കറക്റ്റ് ആ ഒരു ടൈമിന് ഞാൻ പോയി കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എണീക്കുന്നത് 8 മണി 7:30. എന്നിട്ട് നേരെ കോളേജിലേക്ക് പോവുകയാണ്. കോളേജിലായതുകൊണ്ട് സമയം പോകുന്നത് അറിഞ്ഞില്ല. അപ്പോൾ നോമ്പിൻ്റെ ഒരു ക്ഷീണമൊന്നും വലിയ ബാധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവരൊക്കെ നോമ്പെടുത്തിരിക്കണം. ഇപ്രാവശ്യം ഇന്ന് ഞാനും നോമ്പെടുത്ത് ഗൈസ്. പിന്നെ അതേ ലാബൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ ലാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കും സമയം പോയി. ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാണ്ടല്ലോ, പെട്ടെന്ന് സമയം പോയി. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ പോരാനായി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്, തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നത്, ബസ് ഇറങ്ങിയിട്ട് വീട്ടിൽ നടക്കുവാണ്. അങ്ങനെ ഓരോന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ ദാഹിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കുളിച്ച് പാടത്തേക്കൊക്കെ പോയി. ഇതൊക്കെ സമയം പോകാനാട്ടോ, നോമ്പിന്റെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 6 മണിക്കായപ്പോൾ വിളക്ക് കൊളുത്തി, നല്ല ഇമാനുള്ള ഇല്ലത്തെ കുട്ടിയിട്ട് വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പുറേൻ്റെ പലഹാരങ്ങൾ. അപ്പോൾ നോമ്പുറക്കാൻ ഏകദേശം സമയത്തുണ്ട്. 6 മണി 6:45 ആയിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത് കേട്ടപ്പോൾ വേഗം ബിസ്മിയൊക്കെ ചൊല്ലി, ബിസ്മി ചൊല്ലാൻ എനിക്കിത് ഫ്രണ്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൊല്ലി ഈത്തപ്പഴം വെച്ച് നോമ്പൊക്കെ തുറന്നിട്ടാ. പിന്നെ ഇത്രയും കടികളുണ്ടായിരുന്നു, തണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാം നമുക്ക്. ഇങ്ങനെ ഇത്ര കടികൾ ഞാൻ കഴിച്ച് തീർക്കും. തുടങ്ങിയപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിത് മൊത്തം കഴിക്കാൻ പറ്റും, അത്ര വിശപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. ആ ഒരു വെള്ളം കുടിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിവട പോലും എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. തണ്ണിമത്തൻ്റെ ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞു. അയ്യോ, ഇപ്പം ഇത്ര തോനെ വിശപ്പുണ്ടായിരുന്നു, ദാവുണ്ടായിരുന്നു, ഇതൊക്കെ ഇവിടെ പോയി ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ ചപ്പാത്തിയും കടലക്കറിയും ഒന്നും രാത്രി കഴിച്ചത്, അത് 9:00. പിന്നെ ഞാൻ ഐസ്ക്രീമിനൊരു ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ട് ഐസ്ക്രീമിൽ പീനട്സ് കടല ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കഴിക്കാറുണ്ടോ അങ്ങനെ? അപ്പം എൻ്റെ ഫസ്റ്റ് നോമ്പ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകണു? താഴെ കമൻറ്റ് നിങ്ങൾ.